മുൻ എം.എൽ.എയും തോട്ടം തൊഴിലാളികളുടെ കരുത്തുമായിരുന്ന എസ് സുന്ദരമാണിക്യം എന്ന എസ് ആ വിയർപ്പിന്റെയും പോരാട്ടത്തിന്റെയും ചൂടറിഞ്ഞാണ് സ്റ്റാലിൻ വളർന്നത്. ഇതൊരു സാധാരണ രാഷ്ട്രീയക്കാരന്റെ കഥയല്ല. ഉന്നത വിദ്യാഭ്യാസം നേടി മെറൈൻ എഞ്ചിനീയറായി മാസം 2 ലക്ഷത്തോളം രൂപ ശമ്പളം വാങ്ങുമായിരുന്ന ഒരു യുവാവ്. എന്നാൽ നാടിന്റെയും പാർട്ടിയുടെയും വിളി കേട്ടപ്പോൾ ആ സുഖസൗകര്യങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ച് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്നവൻ. 2015 ഇടുക്കി ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ഇക്കാനഗർ വാർഡിൽ വിജയിച്ച ചരിത്രം സ്റ്റാലിന് പറയാനുണ്ട്. അന്ന് വെളിച്ചമില്ലാത്ത വഴികളിൽ വെളിച്ചമായും കുടിവെള്ളമായും റോഡായും സ്റ്റാലിൻ മാറി. പാവപ്പെട്ടവർക്ക് ശൗചാലയങ്ങൾ നിർമ്മിച്ചു നൽകിയും വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ലാപ്ടോപ്പുകൾ നൽകിയും സാധാരണക്കാരുടെ ചികിത്സാ സഹായങ്ങൾക്ക് എം.എൽ.എ ഫണ്ട് എത്തിച്ചും അദ്ദേഹം ജനകീയനായി. തോട്ടം തൊഴിലാളികൾക്ക് ഇവൻ നേതാവല്ല, സ്വന്തം മകനാണ്, സഹോദരനാണ്, സഖാവാണ്. മൂന്നാർ ടൗൺഷിപ്പിനു വേണ്ടി ആദ്യമായി ശബ്ദമുയർത്തിയ പോരാളിയാണ്. വ്യാപാരികൾക്കും തൊഴിലാളികൾക്കും എന്നും ഒരു വിളിപ്പുറത്ത് സ്റ്റാലിനുണ്ട്. ഈ നാടിന്റെ വികസനത്തിന് ആ അനുഭവ സമ്പത്ത് വീണ്ടും നമുക്ക് ആവശ്യമാണ്. മുന്നാർ ടൗൺ വാർഡ് 18 LDF സ്ഥാനാർത്ഥി എസ് സ്റ്റാലിനെ വിജയിപ്പിക്കുക.